നിങ്ങൾക്കുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് IT കമ്പനികൾക്ക്. അപ്പോൾ ഞങ്ങളുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 8 മണിക്കൂർ വർക്കിംഗ് ടൈം, അതിൽ ഇൻക്ലൂഡിങ് ലഞ്ച് ബ്രേക്ക്, പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ അകത്ത് നല്ല ഒന്നാം തരം ഡേ കെയർ, പിന്നെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും അവർ എന്നെ എല്ലാ ചാനലുകാരും ദൂരദർശൻ, ആകാശവാണിയൊക്കെ ഒരുപാട് പ്രാവശ്യം എൻ്റെ ചർച്ചയും എൻ്റെ ബൈറ്റെടുക്കലും ഒക്കെ നടത്തി. കാരണം ഇവർ ഓരോരുത്തരും സമീപിച്ചപ്പോഴും മാഡത്തിൻ്റെ വാക്കുകൾ എൻ്റെ ചെവിയിലുണ്ടായിരുന്നു. കാരണം അവരവരുടേതായിട്ട് ആക്കി മാറ്റാൻ എന്നെ ശ്രമിച്ചു. പക്ഷേ ഞാൻ അതിന് പിടികൊടുത്തില്ല. അതിന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്കെല്ലാം എന്നോട് വിരോധം കാണുമായിരിക്കും. പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ഒരു തുണ്ട് പേപ്പറും ഒരു പേനയും മാത്രം മതി നമുക്ക് പരാതി കൊടുക്കാൻ. എങ്ങനെ വേണേലും നമുക്ക് മൂവ് ചെയ്യുക. കാരണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഭരണകൂടത്തിനെതിരായ തൊഴിലാളി വർഗ പ്രക്ഷോഭത്തിന് പേരുകേട്ട ഗ്രാമത്തിൽ ജനിച്ച കുസുമം പഞ്ചായത്ത് അധികാരിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന മുത്തച്ഛൻ്റെയും വനിതാ സമാജം അംഗവും സാമൂഹ്യ പ്രവർത്തകയുമായ അമ്മയുടെയും പാത പിന്തുടർന്നുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്നത്. ഞാൻ വയറ്റിൽ കിടക്കുമ്പോഴേ സാമൂഹ്യ പ്രവർത്തക എന്നാണ് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിൻ്റെ ചിന്തയും പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ മനസ്സും എല്ലാം അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അത് അമ്മയുടെ സ്വഭാവത്തിനനുസരിച്ച് ഉള്ള ഒരു മാറ്റമാണ് വരുന്നതെന്നാണ് വലിയ വലിയ പീഡിയാട്രീഷ്യന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്ന സാമൂഹ്യ പ്രവർത്തക ആയത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം. പക്ഷേ അതിൻ്റെ വാസ്തവം പറഞ്ഞാൽ അമ്മ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. പണ്ടത്തെ സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തീരെ താഴെക്കടയിലുള്ള ആൾക്കാരും പിന്നെ അതേപോലെ മേളിലത്തെ തട്ടിലുള്ള ആൾക്കാരും, അങ്ങനെ 2 വിഭാഗമായിരുന്നു അന്നത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ. അമ്മ 2019 മരിക്കുന്നത്. അപ്പം 100 വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ അത്രയും വർഷത്തിന് പുറകിൽ അമ്മയുടെ നല്ല പ്രായത്തിൽ അമ്മ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. ചെറുപ്പത്തിൽ അപ്പൂപ്പനും അമ്മുമ്മയും മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരായിരുന്നു. അതായത് അപ്പൂപ്പൻ ഒരു ജന്മിയായിരുന്നു പുന്നപ്രയിൽ. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂൾ നിരുപാധികം ജനങ്ങളിലേക്ക്, അവിടുത്തെ കുട്ടികൾക്ക്, പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒട്ടും സ്വാർത്ഥതയില്ലാതെ, ഇന്നത്തെ കാലത്ത് അത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതേപോലെ അമ്മുമ്മ തൊട്ടടുത്ത വീടുകളിലെയൊക്കെ പാവങ്ങളുടെ എന്ന് പറഞ്ഞാൽ അന്നും ഈ മദ്യത്തിൻ്റെ ഉപഭോഗമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവും ഭാര്യയും കൂടെ വീടുകളിൽ വഴക്കുണ്ടായിട്ട് സമരസപ്പെടുത്തുന്ന ഒരു മധ്യസ്ഥയായിരുന്നു അമ്മുമ്മ. അപ്പോൾ അമ്മയും അമ്മുമ്മയും അപ്പൂപ്പനും എല്ലാവരും അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രവർത്തനത്തിൽ കൂടെയാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ അമ്മ എന്നെ വയറ്റിലിട്ടുകൊണ്ട് ഈ മുക്കുവക്കുടിലുകൾ തോറും, അത് തീരദേശ, ഞങ്ങളുടെ സ്ഥലമെന്ന് പറയുന്നത് കടലിനും കായലിനും ഇടയ്ക്കാണ്. ഈ പുന്നപ്ര വയലാർ സമരം നടന്ന സ്ഥലമാണത്. അപ്പോൾ ഈ പുന്നപ്ര വയലാർ സമരം നടന്നെന്ന് പറഞ്ഞാൽ അന്ന് അപ്പൂപ്പൻ 20 വർഷം പഞ്ചായത്ത് അധികാരി ആയിട്ടിരിക്കുമ്പോഴാണ് ഈ സമരം നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ലേബലിൽ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കോൺഗ്രസിൻ്റെ ലേബലിൽ അപ്പൂപ്പൻ ഒരു വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. ആ ലേബലിലാണ് പഞ്ചായത്ത് അധികാരിയായിട്ട് ഇരിക്കുന്നത്. 20 വർഷം എതിരില്ലാതെ തിരഞ്ഞെടുത്താണ്. പക്ഷേ പുന്നപ്ര വയലാർ സമര സമയത്ത് വെടികൊണ്ടോടിയ സമരസഖാക്കളെ രക്ഷിച്ചിരുത്തിയ ആ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തട്ടിൻപുറമായിരുന്നു. ആ കഥകളെല്ലാം കേട്ടുകെട്ടാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ എന്നെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഈ മുക്കുവക്കൊടിലുകൾ തോറും അവരെ ഉദ്ധരിക്കാനായിട്ട് വനിതാ സമാജത്തിൽ പ്രവർത്തനത്തിൽ കൂടെ നടക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അന്നത്തെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വനിതാ സമാജം അന്ന് നല്ല ശക്തമായിട്ടുണ്ട് ആ കാലത്ത്, എൻ്റെ ചെറുതിലേക്ക്. പിന്നീട് ഈ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വനിതാ സമാജത്തിൽ ഞങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുമായിരുന്നു ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിഗ്രിയൊക്കെ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാർ ബന്ധുക്കളായിട്ടുള്ളവരുടെയൊക്കെ മക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം പിന്നെ ഈ പഠിത്തം കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകുന്നേരങ്ങളിൽ വനിതാ സമാജങ്ങളിൽ അവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അന്ന് ഈ മിൽമയിലൊക്കെ അധികം പാല് വരുമ്പോൾ അപ്പോൾ അത് കൊണ്ട് നമുക്ക് തരും. അത് അവിടെയുള്ള പാവങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് ഞങ്ങൾ കൊടുക്കുകയും പിന്നെ കെയറിൻ്റെ
ഭക്ഷണ സാധനങ്ങളുണ്ട്. അന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഭക്ഷണം പാകം ചെയ്ത് അത് കൊടുക്കുകയും അമ്മ കുഞ്ഞമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ചെറുതിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാമൂഹ്യ പ്രവർത്തനമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തി ഇവിടുത്തെ റെസിഡൻ്റ് അസോസിയേഷനിൽ കുറച്ച് നാൾ പ്രവർത്തിച്ചു. പിന്നീട് അതിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ കാര്യം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വരും ഇങ്ങനെയുള്ള ഇവിടെയൊക്കെയുള്ള ഈ അസോസിയേഷനിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ കെൽട്രോണിൽ ജോലിയായി. സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ എൻ്റെ ആവശ്യമുള്ളവർ എന്നെ തേടി വരും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒറ്റയ്ക്ക് തന്നെ ഞാൻ സഹായിക്കുമായിരുന്നു. റിട്ടയർഡായി കഴിഞ്ഞിട്ടാണ് ഈ വലിയ പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നത്. ഒരു സമ്മർദ്ദത്തിനും അടിമപ്പെടാതെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ സ്ത്രീ സമൂഹത്തിനു വേണ്ടി പോരാടിയ കുസുമം തന്നെ തേടി വന്ന പദവികളോട് എന്നും ദൂരം പാലിച്ചിരുന്നു. ഈ പദവിയിലൊന്നും ഞാൻ ഒരു കാര്യവും കാണുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നിടം വരെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പ്രവർത്തിക്കുക. പദവി എന്ന് പറയുന്നത് ഞാനും മരിക്കും, വലിയ പദവിയുള്ള ആൾക്കാരും മരിക്കും. അവസാനം നമുക്ക് ഒരു തുള്ളി വെള്ളം അവസാനം തരണമെങ്കിലും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. അതേപോലെ നമ്മൾ ഈ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ ഒരു നല്ല തുണി നമ്മൾക്ക് ഇട്ട് തരണമെങ്കിലും അത് നമ്മൾക്ക് പറ്റത്തില്ലല്ലോ, മറ്റുള്ളവർക്കല്ലേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പദവിയിലൊന്നും ഞാൻ ഒരു അർത്ഥവും കാണുന്നില്ല. ചിലപ്പോൾ ആ ജീവിച്ചു വന്ന ആ ചെറുതിലെ കിട്ടിയ ക്ലാസ് മുഖാന്തരം ആയിരിക്കാം. കാരണം എന്നെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന നമ്മളെ ദൈവം ഈശ്വരനിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. ഈശ്വരൻ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഓരോരോ നിമിത്തത്തിന് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ്. അത് ചെയ്യാനുള്ള എനർജി നമുക്ക് ഈശ്വരൻ തരികയാണ്. ഓരോരുത്തർക്കും നിമിത്തമുണ്ട്, ഓരോരുത്തർക്കും ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട് ഇന്നത് ചെയ്തിട്ട് നീ ഭൂമിയിൽ നിന്ന് തിരിച്ചു വരണമെന്ന്. എത്ര പദവി കിട്ടിയാലും നമ്മളെല്ലാവരും അവസാനം ഒരു ശ്വാസം കൊണ്ട് നമ്മുടെ ഈ ജീവിതം തീരും. ആ സമയം അതുവരെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്ത വീട്ടിലെ ഒരു അമ്മയ്ക്ക് വയസ്സായി മൂവ്മെൻ്റ് ഇല്ലാതെ കിടക്കുക, അവർക്ക് എല്ലാവരും കാണണമെന്ന് അത് ചെയ്താലും മതി. നമ്മുടെ ഈ ഏജിൽ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് കുറച്ച് നേരം വർത്തമാനം പറയുകയും അങ്ങനെ ചെയ്യുക, അവരെ സമാധാനിപ്പിക്കുക. മക്കൾ ചിലപ്പോൾ അടുത്തില്ലാത്തപ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് എനിക്ക് വന്ന വിളികൾക്ക് കയ്യും കണക്കുമില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും വയസ്സായ അച്ഛനും അമ്മയും പകുത്തെടുത്ത മക്കളുടെ വീട്ടിൽ നിന്നായിരിക്കും, അവരറിയാതായിരിക്കും എന്നെ വിളിക്കുന്നത്. പിന്നെ ഇതേപോലെ ഹോം നേഴ്സ് എന്ന് പറയുന്ന ഞാൻ ഹോം നേഴ്സിനൊക്കെ ഇറങ്ങിത്തിരിക്കാനുള്ള കാര്യം അതാ. ഹോം നേഴ്സിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയിട്ട് അവരെല്ലാവരും പീഡിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് അവരുടെ അച്ഛനും അമ്മയെ പോലെ ഈ വരുന്ന വീടുകളിൽ അവർക്ക് നോക്കണമെന്നില്ല. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രതിഫലമൊക്കെ ഉദ്ദേശിച്ചാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ ഒരു വയ്യാതെ കിടക്കുന്ന ഒരു സ്ത്രീയെ നോക്കണമെന്നൊന്നും ആർക്കും താല്പര്യം കാണത്തില്ല. അപ്പോൾ അവർക്കൊക്കെ ട്രെയിനിങ്, സൈക്കോളജിക്കൽ വരെ ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ഞാൻ കൊടുത്തിട്ടാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ വിളി പോലും എനിക്ക് വന്നിട്ടുണ്ട്. മോളെ സമയമുണ്ടോ, എനിക്ക് ഇച്ചിരി വർത്തമാനം പറയാൻ. ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടി. അത് മോളെ ഇന്ന പേപ്പറിലുണ്ടായിരുന്നല്ലോ മോളുടെ നമ്പരും ആ ആർട്ടിക്കിളിൻ്റെ കൂടെ. അങ്ങനെ എത്രയോ സമയം ഞാൻ എൻ്റെ ചിലവഴിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കി ഞാൻ ഈ ചെയ്തതിലും കൂടുതൽ സമയം എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം കൊടുത്തെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ആ അമ്മയുടെ സൗണ്ടൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വിളിക്കുമ്പോഴായിരിക്കും ആ മറുതലയ്ക്കിൽ നിന്ന് മറുപടി എനിക്ക് കിട്ടുന്നത് ഈ നമ്പർ നിലവിലില്ല എന്ന് ഉള്ള ആ ഇതായിരിക്കും കിട്ടുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലാകും ആ അമ്മ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ നിയോഗം തന്നാണ് ഈ ഭൂമിയിലേക്ക് വിടുന്നത്. അപ്പോൾ ആ നിയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപയാൽ നമ്മളതെല്ലാം ചെയ്തു തീർക്കുന്നു പോകുന്നു. അല്ലാണ്ട് ഈ രാഷ്ട്രീയവും ഇങ്ങനെയുള്ള വലിയ പദവികളും ഒന്നും എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ശരിക്കും പറയുകയാണ്, എന്നെ വളർത്തിയെടുത്തതിൻ്റെ ആ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ആ ഗുണമായിരിക്കാം അത്. എൻ്റെ അച്ഛനും അമ്മയും ഒന്നും വലിയ പദവി ആഗ്രഹിച്ചല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങി നിന്ന ആൾ, അച്ഛന് വേണേൽ MLA ഒക്കെ ആകാൻ. പക്ഷേ അച്ഛൻ അവിടെ കൊണ്ടുവന്ന് MLA ജയിപ്പിച്ചു വിടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അവസാനം അച്ഛൻ സന്യാസി ജീവിതത്തിലാണ് അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് വിടചൊല്ലി പോണത്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി വേണം നമ്മളുടെ ജീവിതത്തിന്. അല്ലെങ്കിൽ എന്തും ജീവിതം തിന്നു കുടിച്ചും അവനവന് വേണ്ടി ജീവിക്കുന്ന, ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല.
കാരണം നമ്മുടെ ജീവിതത്തിന് ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. വളരെ കുറച്ച് സമയം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കിട്ടുന്നുള്ളൂ. ആ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നിയമം ഉണ്ടായിട്ടല്ല, നമുക്ക് ഇഷ്ടം പോലെ നിയമങ്ങളുണ്ട്. അതായത് സ്ത്രീകൾക്ക് തന്നെ 50ഓളം നിയമങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വലിയ ലോ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഞാൻ ഈ ചർച്ചയ്ക്കൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ നിയമം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ നിയമം പ്രാവർത്തികമാക്കുന്നില്ല. ഇപ്പോൾ 1961 മെറ്റേണിറ്റി ലീവിൻ്റെ നിയമം ഇവർക്കുണ്ടായിരുന്നു IT കമ്പനികൾക്ക്. പക്ഷേ അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുമായിരുന്നു. അവർ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കി. എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ നമ്മുടെ പോലീസുകാരെ പോലെ ചെന്ന് ഇവരെയൊക്കെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അത് ശരിക്കും അവർ പോകാത്തത് ഞാൻ അറിഞ്ഞത് സർക്കാരിന് അത് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ വിചാരം ഇവിടുന്ന് കമ്പനികളെല്ലാം അങ്ങ് വിട്ടുപോകുമെന്നൊക്കെ ഉള്ളായിരുന്നു. അവർക്ക് തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതുപോലെ നമ്മുടെ നിയമങ്ങളെല്ലാം എത്രയോ നിയമങ്ങൾ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നു, അതുപോലെ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ഇപ്പം വയസ്സായവരായിട്ട് പീഡിപ്പിക്കുന്ന മക്കൾ പീഡിപ്പിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഒന്നാന്തരം ഒരു നിയമമുണ്ട്. 2007 മെയിൻ്റനൻസ് ആക്ട് എന്ന് പറഞ്ഞ് ഒരു നിയമമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ നിയമമാണ് അത്. 2009 അത് അമെൻഡ് ചെയ്ത് ഇവിടെ അതിനും നല്ല ഭംഗിയാക്കി നിയമം ഉണ്ടാക്കി. ഇത് ഇവിടുത്തെ അതിൻ്റെ നിയമത്തിൻ്റെ രത്നം ചുരുക്കം ഇങ്ങനെയാണ്. അതായത് ഒരു പ്രദേശത്തെ ആൾക്കാർ, അടുത്ത സാമൂഹ്യ പ്രവർത്തകരും ആ പ്രദേശത്തെ പോലീസ് സേനയുമായിട്ട് ഒരു പോലീസുകാരനെ അതിന് മാത്രമായിട്ട് ഇടണം. അവിടെ ഒരു കമ്മിറ്റി പോലെ രൂപീകരിക്കുകയും ഈ പോലീസ് ഇവർ സർപ്രൈസ് വിസിറ്റ് ആ വീടുകളിൽ, വയസ്സായവരുണ്ടെങ്കിൽ സീനിയർ സിറ്റിസണുള്ള വീടുകളിൽ സർപ്രൈസ് വിസിറ്റ് നടത്തുകയും ഒക്കെ ചെയ്യണം. അതിവിടെ ഏത് പോലീസ് സ്റ്റേഷനിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്. ഞാനിത് ഇതിനു വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. ഞാൻ DGP ഓഫീസിൽ ബെഹ്റാസ് സാർ ഇരിക്കുമ്പോഴാണ് ഒരു വിവരാവകാശം കൊടുത്തത്. അപ്പം അവരെല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്ത സർക്കുലർ അയച്ചു തന്നു. അതിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം പോലീസിൻ്റെ സഹായമാണ് അത്. പോലീസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കുക വേണ്ട. വയസ്സായവർക്ക്, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വയസ്സായവർക്ക് ഒരുപാട് നല്ലതാണ്. അതെന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കുന്നില്ല? 2009 കഴിഞ്ഞിട്ട് വർഷം എത്രയായി? അപ്പം നമുക്ക് നിയമം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ സർക്കാർ ആര് വന്നാലും അതൊക്കെ കെയർലെസ് ആയിട്ട് തള്ളിക്കളയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഏത് സർക്കാർ കയറിയാലും അവർക്ക് അതിലൊന്നും ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കൊന്നും പേടിക്കേണ്ട. അവർ സെക്യൂറാണ്. അവർക്ക് സാധാ ജനങ്ങളെ പോലെ അല്ലല്ലോ അവർ. അപ്പോൾ അവരെപ്പോഴും സെക്യൂറാണ്. അവർക്ക് വയസ്സായാലും ഈ ഹോം നേഴ്സിൻ്റെ ഒന്നും സംവിധാനം അവർക്ക് വേണ്ട. പാർട്ടിക്കാർ തന്നെ കാണും അവരെ ശുശ്രൂഷിക്കാൻ. അപ്പം നമ്മളെപ്പോലുള്ള അച്ഛനമ്മയും മാത്രമേ ഇവിടെ ആയിട്ട് മക്കൾ വിദേശത്തുള്ള മക്കൾ അകലെയായിരിക്കുന്ന അവരൊന്നും നോട്ടം കിട്ടാത്ത അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനിറങ്ങിയിരിക്കുന്നത്. 4 വർഷമായിട്ട് ആ ഫയലെടുത്തിട്ട് ഉഴപ്പുക എന്ന് പറഞ്ഞാൽ എത്ര നെഗ്ലിജൻസാണ് അവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അതിന് ഞാൻ ആഴ്ച തോറും എന്ന് പറഞ്ഞ കണക്ക് ഞാൻ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പറയുന്നതേ ഉള്ളൂ, പേപ്പറിലും ഉണ്ട് കുറേ വയസ്സായവർക്ക് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സിസ്റ്റം ഇറക്കി വിടുന്ന പത്രവാർത്തകളുണ്ട്. പക്ഷേ അകത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് മനസ്സിലാകുന്നത്. അതൊരിക്കലും ശരിയല്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ പാർട്ടിയുടെ ആളല്ലായിരിക്കും. അങ്ങനെ ഒരുത്തി അവൾ ഇറങ്ങി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ധാരണയായിരിക്കും. അത് കളഞ്ഞിട്ട് അവർ നല്ലതാണോ ചെയ്യുന്നതെന്ന് മാത്രമേ നോക്കാവുള്ളൂ. പാർട്ടിക്കാരിയാണോ നോക്കരുത്. ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലല്ലോ, അവൾ നമ്മുടെ പാർട്ടിയല്ല, അവൾ മറ്റേ പാർട്ടിയിൽ ആയിരിക്കും. ഇങ്ങനൊരു ധാരണ വരുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ നമുക്ക് നിയമം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലറൻസാണത്. നിയമം ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നിടം തൊട്ടേ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അമ്മ പറയും, ഞാൻ 7 വയസ്സായപ്പോഴാണ് സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് സർക്കാർ സ്കൂളാണ്, അവിടെയാണ് എന്നെ കൊണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുത്തച്ഛൻ ഒരു സ്കൂളുണ്ടാക്കി, അത് NSSന് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 5 തൊട്ട്
7 വരെ ആ സ്കൂളിലാണ് പഠിച്ചത്. 1 തൊട്ട് 4 വരെ ഈ സർക്കാർ സ്കൂളിൽ തൊട്ടടുത്ത്, അത് കഴിഞ്ഞിട്ട് 5 തൊട്ട് 7 വരെ ആ സ്കൂളിലാണ് പഠിച്ചത്, UP സ്കൂളിൽ. ആ സ്കൂളിൽ വെച്ചിട്ടുള്ള ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താണ് ഞാൻ ഈ വായനയിലേക്ക് എനിക്ക് തിരിയേണ്ടി വന്നത്. ഞാൻ പിന്നെ കളിക്കേണ്ട സമയത്ത് ഞാൻ ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വായനയിലേക്കും പിന്നീട് അത് എൻ്റെ എഴുത്തിലേക്കുമാണ് വന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു 20 വയസ്സായപ്പോഴത്തോട്ട് ഒക്കെ ഞാൻ കവിതയും കഥയൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ജോലിയായി, കുട്ടികളായി, കുടുംബപ്രാരബ്ധം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എഴുത്തിലേക്ക് ശക്തമായിട്ട് തിരിഞ്ഞ്. ഇപ്പം ഞാൻ 13 ബുക്കുകൾ പബ്ലിഷ് ചെയ്ത്, അതിൽ 3 നോവൽ, ഒരു കഥാസമാഹാരം, ബാക്കി കുട്ടികൾക്കുള്ളതാണ് എൻ്റെ ബാക്കി പുസ്തകങ്ങൾ അത്ര. ഇപ്പോൾ എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ബുക്കിൻ്റെ പണിപ്പുര അത് കഴിഞ്ഞ് DTP ആയി കഴിഞ്ഞു. അത് ഞാൻ ഈ വർഷം ഇറക്കാനുള്ള ഉദ്യമത്തിലാണ്. അപ്പോൾ ഞാൻ 7 വരെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 8, 9, 10 അതും ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ തന്നെ ഒരു ജ്യേഷ്ഠൻ്റെ സ്കൂളിലാണ്. അത് കാക്കാഴം എന്ന് പറയും. പുന്നപ്പുറയിൽ നിന്ന് കാക്കാഴം വരെ 4 കിലോമീറ്ററോളം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജന്മി എന്ന് പറയുന്നത് കുറേ പുഞ്ചനിലവും കുറേ ഭൂമി, അതായത് ആ ഭൂമിയിൽ കാറ്റ് വീഴ്ചയുള്ള തെങ്ങുള്ള ഭൂമി, പുഞ്ചയും വിരിപ്പും എല്ലാം ഒരുമിച്ച് വെള്ളത്തിലാകുന്ന വെള്ളം കയറി നശിക്കുന്ന കൃഷിപ്പഴയുള്ള നിലം. ഇങ്ങനെയുള്ള ഒരു ജന്മിയുടെ കൊച്ചുമകളായതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോഴമ്മ എടുത്ത തീരുമാനം, ഞങ്ങൾ കൂട്ടുകുടുംബത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. അമ്മ, കുഞ്ഞമ്മ എല്ലാവരും കൂടെ ഉള്ള കൂട്ടുകുടുംബത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ എടുത്തൊരു തീരുമാനമാണ് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ജോലി വേണമെന്ന്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞങ്ങൾ 4 സ്ത്രീകളുണ്ട്. 3 എൻ്റെ അമ്മയുടെ, പിന്നെ സഹോദരിമാർ, എൻ്റെ 2 സഹോദരിമാർ, മൂത്ത ചേച്ചിമാർ, ഞാൻ ഇളയതാണ്, പിന്നെ കുഞ്ഞമ്മയുടെ മകൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നു. ഞാൻ കലക്ട്രോണിൽ, മൂത്ത ചേച്ചി ഇലക്ട്രിസിറ്റി ബോർഡിൽ, പിന്നെ 2 പേര് അധ്യാപികമാർ, പിന്നെ ഒരു ബ്രദറാണ്, പുള്ളി ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. അപ്പോൾ അങ്ങനെ ഡിഗ്രിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാക്കാട് എന്ന് പറയുന്ന പുന്നപ്പുറയിൽ 4 കിലോമീറ്റർ ദൂരെയാണ്. അന്ന് 10 പൈസ 20 പൈസയൊക്കെ കൊടുത്താന്ന്. പക്ഷേ ആ പൈസ എടുക്കാൻ എൻ്റെ അമ്മയുടെ കാണത്തില്ല. അപ്പം അങ്ങനെ ആ 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ തിരിച്ചും നടന്നാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലും വളരെ പരിമിതമായിട്ടുള്ള ആർഭാടത്തിലേ പോയിട്ടുള്ളൂ. ഡിഗ്രി ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റാണ്. 75 കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേ ഞാൻ കെമിസ്ട്രിയിൽ പഠിക്കുന്ന എല്ലാ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആറ്റം ഇതൊക്കെയാണ്. അതൊക്കെ എനിക്ക് എപ്പോഴും ഭാവനയിൽ ഞാൻ വിചാരിക്കും, ഇതെങ്ങനെയാണ്, ശരിയാണോ ഇത്, ഇങ്ങനെ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ എന്തുവാണ്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അറിയാനുള്ള ഒരാകാംക്ഷയായിരുന്നു. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ PSC ടെസ്റ്റ് എഴുതുക, ജോലിക്ക് കയറുക, ഇതാണ് പണ്ടും അതെ ഇപ്പോഴും അതെ പിള്ളേർ. അപ്പോൾ പക്ഷേ എനിക്ക് ഈ ഇലക്ട്രോണൊക്കെ എനിക്ക് ഇങ്ങനെ ശരിക്കും എന്തോ ആണെന്ന് വീണ്ടും അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ ചാക്ക ഗവൺമെൻറ് ITയിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതായത് ഇലക്ട്രോണിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്, IT എന്നുള്ള, അത് ഗവൺമെൻറ് IT ആണ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് 2 വർഷം അത് പഠിച്ചു. അത് പഠിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ സംശയ നിവാരണം എല്ലാം മാറ്റി കിട്ടി. കാരണം അവിടെ ഈ സ്കോപ്പും ഇതെല്ലാം കാണാനുള്ള ഉപകരണങ്ങളുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയാണ് ഞാൻ കെൽട്രോണിലേക്ക് വരുന്നത്. അവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വ വികാസം കെൽട്രോണിൽ നിന്നാണ് ഉണ്ടായെന്ന് പറയാം. കാരണം തൊഴിലാളി യൂണിയനുകളെ ചോദ്യം ചെയ്തും അവർ ചെയ്യുന്നതിൻ്റെ തെറ്റ് പറഞ്ഞു കൊടുത്തും ഒക്കെയാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. ശരിക്കും അവരുടെ പ്രീതി സമ്പാദിക്കാൻ ഞാൻ നോക്കിയില്ല, അവർ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ച് പക്ഷേ എനിക്ക് നല്ലോണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലി എനിക്ക് കിട്ടി. എനിക്ക് ഈ എക്യുപ്മെൻറ്റ്, ട്രാൻസ്മിറ്റിംഗ് എക്യുപ്മെൻറ്റും ആൾ ഇന്ത്യ റേഡിയോയിലുള്ള റെക്കോർഡിംഗ് എക്യുപ്മെൻറ്റും ഒക്കെ ഫൈനൽ ക്യൂ അവിടെ ഉണ്ടാക്കില്ല. കെൽട്രോൺ ഉണ്ടാക്കും. കെൽട്രോൺ എന്ന് പറഞ്ഞ ഒരു മഹാസ്ഥാപനമല്ലായിരുന്നു. അവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. ഫൈനൽ ക്യൂ ആയിരുന്നു. ഇതെല്ലാം ഓസിലോസ്കോപ്പും ഒക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഈ പ്രവർത്തന രീതികളെല്ലാം കണ്ടു മനസ്സിലാക്കി. ഞാൻ സംശയിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എല്ലാം എനിക്ക് കാണാൻ പറ്റി. സൗണ്ട് വേവിനെ എനിക്ക് കാണാൻ പറ്റി. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ജോബായിരുന്നു. പിള്ളേർ ജോലി ചെയ്യുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ചെന്ന് ഒരു ഗുമസ്തപ്പണി കിട്ടുന്നതിലോട്ട് ഒരിക്കലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഫൈനൽ QA ചെയ്ത് പാസ്സാക്കി വിട്ട അതേ എക്യുപ്മെൻറ്റിൽ എൻ്റെ പ്രോഗ്രാം റെക്കോർഡിങ് വന്നത് അതെനിക്ക് ഒരിക്കലും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ഇതായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോഗ്രാം ഞങ്ങളുടെ ആഡിയോ കൺസോളിലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാനത് വന്ന് നോക്കും. ഞാൻ പാസ്സാക്കി വിട്ട അതിൽ
എൻ്റെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ടി വി സ്റ്റേഷനിൽ റിലേ എക്യുപ്മെൻ്റ് ആയിരുന്നു. അതും ഇതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ എൻ്റെ ലൈവ് പ്രോഗ്രാം റിലേ ചെയ്യുന്ന ഞാൻ തന്നെ ഫൈനൽ ക്യൂക്ക് പാസ്സാക്കി വിട്ട റിലേ എക്യുപ്മെൻറ്റിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോഴെല്ലാം ഡിജിറ്റലായിട്ട് മാറ്റിയെന്നാണ് പറയുന്നത് കേട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വർക്കിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേ നിങ്ങൾ പോകാവുള്ളൂ. അല്ലാണ്ട് വലിയ കൊമ്പത്തെ ജോലി വേണമെന്ന് പറഞ്ഞ് പോരും. നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതിലേക്ക് നിങ്ങൾ തിരിയാവുള്ളൂ. അപ്പം നമുക്ക് ജോലിയിലുള്ള സംതൃപ്തി കിട്ടും. ഇപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം ഇങ്ങനെ PSCക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന എനിക്ക് ജോലി കിട്ടാതെ നിന്ന സമയത്ത് ഞാൻ ചെയ്തത് കോഴിയെ വളർത്തലായിരുന്നു. ഒരു കോഴി മുട്ടയിൽ നിന്ന് 36 കോഴി ഉള്ള ഒരു ഫാം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇപ്പോഴുള്ള പിള്ളേർ എന്തിനാണ് ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത്? അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരുമാന മാർഗ്ഗവും ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു കഥ എഴുതി. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. കത്താത്ത പൂത്തിരികൾ എന്ന് പറഞ്ഞൊരു കഥ, ഒരു വിഷു സംബന്ധിച്ചുള്ള ഒരു കഥയായിരുന്നു. അപ്പോൾ ആ കഥ എഴുതി എല്ലാം ആരും കാണിക്കാതെ എനിക്ക് ഒരു നാണക്കേട് പോലെ എല്ലാം ഡയറി സൂക്ഷിച്ചു വെച്ച്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കവിത എഴുതുമായിരുന്നു. അപ്പം പക്ഷേ ജോലി, കുട്ടികൾ, കല്യാണം കഴിഞ്ഞ് ജോലി, അതായത് കുട്ടികളൊക്കെ ഉണ്ടായി, അത് കഴിഞ്ഞ് അവരെ നോക്കൽ, വീട്ടുജോലി, പിന്നെ ഓഫീസ് ജോലി, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൾക്ക് എഴുത്തിലേക്കൊന്നും തിരിയാൻ പറ്റത്തില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. എത്ര എഴുതാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഡയറി അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതുമായിരുന്നു. അടുക്കള ജോലിയുടെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് ഇത് വരുമ്പം, ടെംപ്റ്റേഷൻ വരുമ്പം ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെ പിന്നെ പിള്ളേരെല്ലാം ഒരു ലെവലിലായി. മോള് ഇവിടെ ഇട്ട് ഹയർ എഡ്യൂക്കേഷന് അവൾ പോയി. മോൻ എൻജിനീയറിങ്ങിന് ഫൈനലായാലും സെക്കൻഡ് സെമിസ്റ്റർ അങ്ങാണ്ടാണ്. അപ്പോഴവൻ എൻ്റെ ഇതുപോലെ ഈ ഡയറി തപ്പി പിടിച്ച് അവൻ ഇങ്ങനെ എൻ്റെ കവിതകളെല്ലാം വായിച്ചിട്ട് ചോദിച്ചു, അമ്മ ഇത് ആരെഴുതിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെഴുതി. അമ്മ ഇത് ഒളിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓ അത് കവിതയാണോ എന്ന് എനിക്കറിയത്തില്ല. അമ്മ ഇത് നല്ല ഒന്നാന്തരം കവിത, അമ്മ എന്തിനാണ് ഇത് ഒളിച്ചു വെച്ചത്? അങ്ങനെ അവനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് അവൻ ഉടനെ തന്നെ ഒരു ബ്ലോഗ് സെറ്റ് ചെയ്ത് തന്നു, മലയാളം പഠിപ്പിച്ച് തന്നു, മംഗ്ലീഷിൽ കൂടെ എഴുതാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാൻ 2009 ബ്ലോഗിൽ എഴുതി തുടങ്ങി, ശക്തമായിട്ട് എഴുതി തുടങ്ങി. കവിതയിൽ നിന്ന് പിന്നെ ഞാൻ ആ ബ്ലോഗ് വായനയ്ക്ക് ഇഷ്ടം പോലെ ഓൺലൈനിൽ നിന്നുള്ള ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ലെഷർ ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ബ്ലോഗ് എഴുതും. പിന്നെ കവിത കഴിഞ്ഞിട്ട് കഥയായി. കഥ പിന്നെ പബ്ലിഷ് ചെയ്ത് കഥാസമാഹാരം പ്രഭാത് ബുക്ക് ഹൗസിൽ ആദ്യത്തെ കഥാസമാഹാരം പവർ കട്ട് പബ്ലിഷ് ചെയ്തു. എല്ലാ എഴുത്തുകളും ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ നമുക്ക് എഴുത്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എല്ലാ മാതൃഭൂമി ഞാൻ അയച്ചു കൊടുത്തില്ല. ബാക്കി എല്ലാ പബ്ലിഷേഴ്സിലും എൻ്റെ കയ്യിൽ ഒരടുക്ക് ഇരിപ്പുണ്ട് പബ്ലിഷ് ചെയ്ത് എൻ്റെ പിന്നെ കഥകളുടെ പല പല മാഗസിനിലായിട്ട്. അപ്പോൾ അങ്ങനെ എഴുത്ത് നല്ല ശക്തമായിട്ട് പിന്നെ വന്ന് അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഈ സാമൂഹ്യ പ്രവർത്തനം വന്ന്. പിന്നെ കുട്ടികളുടെ കഥയാണ് ഏറ്റവും കൂടുതൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഇപ്പം. അത് എന്നെ മലർവാടി എന്ന് പറഞ്ഞൊരു പബ്ലിഷേഴ്സ് ഉണ്ടായിരുന്നു, മാധ്യമക്കാരുടെ, അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ എഴുതിപ്പിച്ചത്. അതിൽ ഒരുപാട് കഥ ഞാൻ 300 കഥകളോളം ഞാൻ അതിൽ പബ്ലിഷ് ചെയ്തു. എൻ്റെ കഥയില്ലാതെ മലർവാടി ഇറങ്ങത്തില്ലായിരുന്നു. 8-10 കഥകൾ ഒരുമിച്ച് കൊടുക്കാൻ പറയുന്ന. ഈ എഴുത്തിൻ്റെ സമയം എന്ന് പറയുന്ന എല്ലാ ജോലിയും തീർത്തിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ക്വയറ്റായിട്ടുള്ള സമയമായിരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ 10 മണിയൊക്കെ ആവും ഞാൻ എഴുതാനിരിക്കുമ്പോൾ. അത് എനിക്ക് കെൽട്രോണിലായിരുന്നപ്പോൾ എനിക്ക് ഇലക്ഷൻ്റെ ചാർജിൽ ഉണ്ടായിരുന്നു ഞാൻ, ഇലക്ഷൻ വിങ്ങിൽ. അപ്പോൾ എനിക്ക് മലയാളം പഠിക്കണമായിരുന്നു. കാരണം കോൺട്രാക്റ്റ് പിള്ളേർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു. അവർ ഇലക്ഷൻ്റെ വർക്കിന് മലയാളം വേണമായിരുന്നു, കാർഡിന്. അപ്പം എനിക്ക് അത് പഠിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഫ്ലുവൻ്റായിട്ട് ഞാൻ മലയാളം ടൈപ്പിങ്ങും പഠിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ കമ്പ്യൂട്ടറിലാണ് ടൈപ്പ് ചെയ്യുന്നത്, കഥകളും ടൈപ്പ് ചെയ്യുന്നത്, പിന്നെ കവിതയെല്ലാം കമ്പ്യൂട്ടറിലാണ് ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ സ്വന്തമായിട്ടൊരു ഡോക്യുമെൻ്ററിയും ചെയ്തിട്ടുണ്ട്. പിന്നെ രാജമ്മയും ഞാനും എൻ്റെ അടുക്കളയിൽ നിന്നും പറഞ്ഞ് ഒരു സ്ത്രീപക്ഷ ഡോക്യുമെൻ്ററി ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഞാൻ ഒറ്റയ്ക്കെടുത്താണ് ഒരു ഡിജി ക്യാമ്പിൽ. അത് എനിക്ക് വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നിന്നൊരു 2 ദിവസത്തെ ശില്പശാല ഉണ്ടായിരുന്നു സ്ത്രീകളെ ഈ ഫീൽഡിലേക്ക് വരുത്താൻ. അങ്ങനെ അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ ആ ഡോക്യുമെൻ്ററി എഴുതിയത്. പിന്നെ തിരക്കഥയും എഴുതിയിട്ടുണ്ട് ഞാൻ, 2-3 തിരക്കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുത്ത് ഇപ്പോൾ 12 ബുക്കുകൾ ആകാൻ പോകണം. ഈ പ്രവർത്തനത്തിൻ്റെ ബുക്ക് ഈ വർഷം ഇറങ്ങും. അത് പിന്നെ ഇച്ചിരി നല്ല ശ്രദ്ധിച്ച് ഇറക്കേണ്ട ബുക്കാണ്. കാരണം ഈ ഒരു ഫീൽഡായത് കാരണം ഞാൻ അതിൻ്റെ കറക്ഷന് വേണ്ടിയിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിപ്പം
IT യിൽ തന്നെയുള്ള 2 പേരുടെ അടുത്ത് കൊടുത്തിരിക്കുക. കാരണം അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ തിരിഞ്ഞു പിടിക്കരുത് തന്നെ. കാരണം പച്ച പരമാർത്ഥമല്ല അല്ലേ അതിലെഴുതുന്നു. പിന്നെ പേപ്പറിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ട് 10-35 പ്രാവശ്യം എല്ലാ പേപ്പറുകളിലും വന്നത്. അതുമെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഈ പിന്നെ ചാനലുകൾ ആവശ്യം പോലെ ഒരുപാട് ചാനലുകളിൽ പിന്നെ ഗൂഗിളിൽ ഇന്ന് ചിലപ്പോൾ എൻ്റെ പടം എടുത്തിട്ട് ഈ പത്രക്കാർ കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും ഈ പടം ഞാൻ തന്നില്ല എന്ന് വെച്ചാൽ പറയാം മാഡം ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കും, മാഡത്തിൻ്റെ പേര് കുസുമാർ പൊന്നപ്ര എന്ന്. എന്തുമാത്രം വേണേലും കിട്ടും, പടവും കിട്ടും, എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുകയല്ലേ എന്ന് പറയും. അങ്ങനെയാണ് ഞാനത് അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ എഴുത്തിൻ്റെ ഇപ്പോഴും ഞാൻ പിന്നെ ഇനി എനിക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടൊരു കഥാസമാഹാരമുണ്ട്, പിള്ളേരുടെ കഥകളുണ്ട്. ഇപ്പോൾ ചിന്താക്കാർ ഒരെണ്ണം എടുത്തിരിക്കുന്നു, അതിപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങും. ഈ കഴിഞ്ഞ വർഷം കുട്ടികളുടെ ഇറങ്ങി, ഇപ്പോൾ റീപ്രിൻറ്റും ആയിക്കഴിഞ്ഞു. കുട്ടികളുടെ കഥാസമാഹാരം റീപ്രിൻറ്റും ആയിക്കഴിഞ്ഞു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ എൻ്റെ കുട്ടികളുടെ കഥാസമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.